ബീഹാറിൽ രാഷ്ട്രീയ നാടകത്തിന്റെ മണിക്കൂറുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരം ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും NDA ക്യാമ്പിലെത്താനുള്ള തീരുമാനമെടുത്ത നിതീഷിന്റെ രാഷ്ട്രീയ ധാർമ്മികത കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായാലും രാവിലെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 9ാം തവണ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതാണ് സുപ്രധാന വിവരം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിതീഷ് കുമാർ വഴിമാറി യാത്ര ചെയ്യുന്നത് കണ്ട് പകച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അതേസമയം നിതീഷ് കുമാർ നയിക്കുന്ന ഈ നെറികെട്ട രാഷ്ട്രീയത്തെ അത്ര എളുപ്പത്തിൽ വിജയിക്കാൻ സമ്മതിക്കില്ലെന്നാണ് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും പറയുന്നത്. ബീഹാറിൽ ഇനിയും കളികൾ ബാക്കിയുണ്ടെന്ന് തന്നെയാണ് തേജസ്വി യാദവ് പറയുന്നത്. 12 മണിക്ക് നിതീഷ് ഗവർണറെ കാണുമെന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് BJP MLA-മാർ നിതീഷിന്റെ വസതിയിലേക്ക് പോകും. JDU-വിന്റെ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരിക്കും നിതീഷ് കുമാർ ഗവർണറെ കണ്ട് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. അതിനുശേഷം BJP നിയമസഭാ കക്ഷി യോഗത്തിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കാൻ തീരുമാനമുണ്ടാകുമെന്നും കരുതപ്പെടുന്നുണ്ട്. അതിനുശേഷം JDU BJP MLA-മാരുടെ സംയുക്ത യോഗവും നടക്കാൻ സാധ്യതയുമുണ്ട്. തുടർന്ന് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA നേതാക്കൾ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. BJP MLA-മാരോട് തിങ്കളാഴ്ച വൈകുന്നേരം വരെ പട്നയിൽ തങ്ങാൻ ബീഹാർ BJP അധ്യക്ഷനായ സാമ്രാട്ട് ചൗധരി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും അവരുടെ നേതാക്കളുമായും MLA-മാരുമായും തുടർച്ചയായി കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ വലിയ കളിയാണ് നടക്കാൻ പോകുന്നതെന്ന് MLA-മാരുടെ യോഗത്തിൽ തേജസ്വി യാദവ് പറയുന്നുണ്ട്. തേജസ്വിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ബീഹാറിലെ രാഷ്ട്രീയ ദുരൂഹത വർദ്ധിച്ചിരിക്കുകയാണ്. യോഗത്തിൽ നിന്നും ഇറങ്ങിയ RJD നേതാക്കൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ലാലു പ്രസാദ് എന്ത് തീരുമാനമെടുത്താലും എല്ലാവരും അദ്ദേഹത്തിനൊപ്പമാണെന്ന് MLA-മാർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ബീഹാർ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 4 മുതൽ ആരംഭിക്കുമെന്നും നിയമസഭാ സമ്മേളനത്തിൽ നിതീഷ് കുമാർ വിശ്വാസപ്രമേയം കൊണ്ടുവരുമ്പോൾ വോട്ടെടുപ്പിനിടെ ചില JDU MLA-മാരെ വിട്ടുനിൽപ്പിക്കുമെന്നതുമാണ് RJD-യുടെ ഗെയിം പ്ലാൻ. അതല്ലെങ്കിൽ അതിനു മുമ്പ് 16 MLA-മാരെങ്കിലും രാജിവെച്ചാൽ ബീഹാർ നിയമസഭയുടെ അംഗബലം 243 നിന്നും 227 കുറയുകയും നിതീഷ് കുമാർ സർക്കാർ താഴെ വീഴുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് എന്തിനാണ് 16 JDU MLA-മാർ രാജിവെക്കുന്ന ചോദ്യം ഉയരുന്നത്. ഇതിനുള്ള മറുപടിയാണ് ബീഹാറിൽ വരാനിരിക്കുന്ന 4 തെരഞ്ഞെടുപ്പുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, MLC തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ തുടർന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 16 MLA-മാർക്കും RJD-ക്ക് സീറ്റ് വാഗ്ദാനം ചെയ്യാം. അതായത് ചിലരെ രാജ്യസഭയിലേക്ക് അയക്കും, ചിലർക്ക് ലോക്സഭാ ടിക്കറ്റ് നൽകും, ചിലർക്ക് MLC ടിക്കറ്റും നൽകും, ചിലരെ മന്ത്രിമാരാക്കും, ചിലർക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റും വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. ഈ ഓഫറുകൾ മുന്നോട്ട് വെച്ച് 16 MLA-മാരെ രാജിവെപ്പിക്കാനാണ് ലാലു ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ 16 JDU MLA-മാർ രാജിവെച്ചാലും ലാലുവും തേജസ്വിയും വിജയിക്കുമോ എന്നതാണ് മറ്റൊരു വലിയ ചോദ്യം. ജിതിൻ റാം മാഞ്ചിക്ക് തേജസ്വി മുഖ്യമന്ത്രി പദവിയും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. MLA-മാർ രാജിവെക്കുകയാണെങ്കിൽ ജിതിൻ റാം മാഞ്ചിക്കൊപ്പമുള്ള MLA-മാരുടെ പിന്തുണ കൊണ്ട് നിതീഷിനെ താഴെ ഇറക്കാൻ സാധിക്കുമെന്നും ലാലുവും നേതാക്കളും കണക്ക് കൂട്ടുന്നു.